ഇൻസ്റ്റാഗ്രാമിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, വെരി ഡേഞ്ചറസ് എന്നൊക്കെ പറയുന്നുണ്ട് ബ്രോ. അതിന് മാത്രമൊന്നുമില്ല ബ്രോ, വളരെ സിമ്പിളാണ്. സ്നാപ്ചാറ്റിലൊക്കെ മുമ്പുണ്ടായിരുന്ന ഒരു ഫീച്ചർ, ആ സംഭവം ഇതിലും കൂടി വന്നതെന്ന് മാത്രം. ലൈവ് ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അത് നിങ്ങൾ എവരി വണ്ണിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. നിങ്ങളത് നോട്ട് ഫോർ എവരി വൺ അല്ലെങ്കിൽ നോട്ട് ഷെയറിംഗ് എന്നുള്ള ഓപ്ഷനിലാണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ആർക്കും കാണില്ല. പിന്നെ പറയാനുള്ളത്, ഈ ഒരു ഫീച്ചർ ഒരു അഡ്വാൻറ്റേജ് ഫീച്ചറാണ്. നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സ്റ്റോറി പോസ്റ്റുകളൊക്കെ ലൊക്കേഷൻ ഷെയറിംഗിലാണെങ്കിൽ വേൾഡ് മാപ്പ് തിരിക്കണ പോലെ ഇങ്ങനെ ആ ലൊക്കേഷൻ തിരിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ലൊക്കേഷൻ എന്നുള്ളത് സ്ഥലങ്ങൾ വെച്ചിട്ട് കാണാനും ആളുകളിലേക്ക് റീച്ച് കൂടുതൽ എത്തിക്കാനും ഉള്ള ഒരു സംവിധാനം മാത്രമാണിത്. അപ്പോൾ അതിന്റെ പ്രൈവസിയിലേക്ക് ഭയങ്കര അപ്ഡേറ്റ് ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്നത് ആൾക്കാർക്ക് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവര് ആ ഒരു വീഡിയോ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം ഇട്ടു, അത്രേ ഉള്ളൂ. യഥാർത്ഥം ഇങ്ങനെയാണ്. എന്റെ പ്രൊഫൈലിൽ ഇപ്പൊ നിലവിൽ 3 പേരെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഒന്ന് ഷീബാന്റെ, ഒന്ന് ഷിബുവിന്റെ, പിന്നെ ഒരെണ്ണവന്റെ പേര് മറന്നുപോയി, യൂസറിന്റെ. അവര് അത് ലൊക്കേഷൻ ഷെയറിംഗ് വിത്ത് എവരി വൺ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അതേപോലെ നിങ്ങൾ തിരിച്ച് ഫോളോ ചെയ്തിട്ടുള്ള ആളുകൾ, നിലവിൽ ഫീച്ചേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നിങ്ങൾ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കാണിക്കുള്ളൂ. നിലവിൽ എൻ്റെ ഇതിൽ 386 പീപ്പിൾസിന് വേണ്ടി മാത്രമേ എൻ്റെ ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ കാണുള്ളൂ. ഞാൻ 1000 സംതിങ് ആളെ ഫോളോ ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും ഈ ഫീച്ചർ ഓപ്പൺ ആയിട്ടില്ല. ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ഓപ്പൺ ആയത്, പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ ഭാര്യ എവിടെ പോയി എന്നുള്ളത് ഭർത്താവിന് അറിയാം, ഭർത്താവ് എവിടെ പോയി എന്നുള്ളത് ഭാര്യയ്ക്ക് അറിയാം, പണിക്കാർ എവിടെയാണെന്നുള്ളത് മുതലാളിക്ക് അറിയാം എന്നുള്ള ആ ഒരു സംഭവം. ഇറ്റ്സ് സോ ഈസി. ഇന്നത്തെ കാലത്ത് ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ബനിയാസിലാണ്, അല്ലെങ്കിൽ ഞാൻ ദുബായിലാണെന്ന് പറയണ ഏറ്റവും നല്ലത്. അല്ലാതെ വെറുതെ കുറേ കള്ളം പറഞ്ഞ ലൊക്കേഷൻ ഹൈഡ് ചെയ്ത് ഇതൊന്നും ഒരു ആവശ്യം വരുന്നില്ല. അപ്പം അങ്ങനെ ഫീച്ചർ അപ്ഡേറ്റിനെ അങ്ങനെ കാണുക. ദാറ്റ്സ് ഓൾ.